നമ്മൾ യൂട്യൂബിൽ ഞാൻ ഫ്രോഗിൻ്റെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ ഏറ്റവും റിയലിസ്റ്റിക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഫ്രോഗാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് അയച്ചു വന്നിരിക്കുന്നത് ക്യാബ്രൽ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഫ്രോഗ് വെച്ചിട്ട് മീൻ പിടിക്കാൻ പറ്റുമോ, ഇതിന് റിസൾട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പേര് സെബിൻ സിറിയാക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. മീൻ അടിച്ചിരിക്കുകയാണ്. ഓ ഗോഡ്, അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യത്തെ നാടൻ വരാലിനെ നമ്മുടെ പുതിയ ഫ്രോഗിൽ മിസ്സാക്കിയിരിക്കുകയാണ്. അത് ഫ്രോഗിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവൻ ആ പുല്ലൊക്കെ ഉടക്കി രണ്ട് മീൻ അടി അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മിസ്സായപ്പോൾ, അല്ലെങ്കിൽ സാധനം മിസ്സാവേണ്ടതല്ല. എന്താണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് കാണുന്ന ഈ സ്ഥലം കണ്ടോ, അത്യാവശ്യം പുല്ലുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഇച്ചിരി തെളിച്ചമുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു മീൻ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വരാലിനെ കയറ്റിയിരിക്കുകയാണ്. പീക്രിയാണ് കേട്ടോ, ചെറുതാ. ഈ ഫ്രോഗ് കണ്ട് ഈ മീൻ എങ്ങനെ അടിക്കായിരിക്കും? നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ തന്നെ നമുക്ക് എത്ര സ്ട്രൈക്ക് കിട്ടിയത്. റിയലിസ്റ്റിക് ആണ്. ഇത് കണ്ടോ, ഈ വരാലിനെ കുറ്റം പറയാൻ പറ്റുമോ? മാന നിൻ്റെ മിസ്റ്റേക്ക് അല്ലടാ. കണ്ടല്ലോ, നല്ല അടിപൊളി ഹുക്കാണ്. കണ്ടല്ലോ, പോകുന്നുണ്ട്. എങ്ങോട്ടാ മോനെ? ഇങ്ങ് പോര്, അത് ലോക്കാ, ഇങ്ങ് പോര്. അപ്പം നിങ്ങൾ ഫ്രോഗ് ഒന്നും കൂടെ കണ്ടല്ലോ. വരാലിനും ചേർമീനും എല്ലാത്തിനും ബെസ്റ്റാണ്, ഒന്നും പറയാനില്ല. കാര്യം ഓപ്പൺ ഹുക്സ് ആണെങ്കിൽ പോലും നമ്മൾ ഇത്രയും വീടുള്ള സ്ഥലത്ത് നമ്മൾ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇറങ്ങിയിട്ട് പോലും ഇതുവരെ ഹുക്ക് എങ്ങും ടാങ്കിൾഡ് ആയിട്ടില്ല. നമുക്ക് വേറെ റിലീസ് ചെയ്യാം അല്ലേ, കാരണം ചെറുതല്ലേ. നിങ്ങളും മീൻ പിടിക്കുമ്പോൾ ആലോചിക്കുക, ചെറിയ മീനാണെങ്കിൽ അമ്മമാരെ റിലീസ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ വലുത് കിട്ടുമോ നോക്കാം. ചൂണ്ടയിടാൻ പോകുമ്പോഴേക്കും നീ എന്നടാ കല്യാണത്തിന് പോകണ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ചോദിക്കുന്ന ചേട്ടന്മാരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ കത്തി കാണുമല്ലോ, എന്തിനാണ് നമ്മൾ കണ്ണാടി വെക്കുന്നത്? കാര്യം നമ്മൾ ഓപ്പൺ ഹുക്കാണ്. നമ്മൾ തിരിച്ചു വലിക്കുന്ന വരുവനെ ചിലപ്പോൾ വന്ന് കയറുന്ന നമ്മുടെ സ്വന്തം കണ്ണിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ടേക്ക് കെയർ ചെയ്ത് പോകും. നമ്മൾ നടന്ന അടുത്ത സ്പോട്ടിലെത്തി കേട്ടോ. ഈ ഇടത്ത വശത്ത് കാണുന്ന അടുത്ത സ്പോട്ട് കേട്ടോ. ചെറിയ കിടങ്ങൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് ഇവിടെ ചൂണ്ടയിടുന്നുണ്ടെങ്കിൽ ലീഡർ ലൈൻ ഒന്ന് മാറ്റി കിട്ടണം. അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങൾ ഈ ഫ്രോഗിൻ്റെ ക്ലോസ് ആക്ഷൻ നോക്കിയിട്ടോ കേട്ടോ. ഈ ഒരു ഫ്രോഗ് ലിവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനാലിറ്റി തന്നെയാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു തവളയാണെന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇതൊരു ഹാർഡ് ലിവറാണ്. അതുകൊണ്ട് തന്നെ സാധാരണ റബ്ബർ ഫ്രോഗ് കീറിപ്പോകുന്നത് പോലെ ഇത് കീറിപ്പോകത്തില്ല. പക്ഷേ ഇതിന് നമ്മുടെ റബ്ബർ ഫ്രോഗിനേക്കാളും വില കൂടുതലാണ്. അതുകൊണ്ട് ലിവർ ബോക്സിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല റിസൾട്ടുള്ള ഒരു ലിവർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് മേടിക്കാവുന്നതാണ്. മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്യാബ്രൽ ഔട്ട്ഡോർസിന്റെ വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം അവിടെ ഒത്തിരി ഫ്രോഗ് ഉണ്ട്. അതിനകത്ത് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ഞാൻ യൂസ് ചെയ്ത 2 പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഡയറക്റ്റ് പോകും. നിങ്ങൾക്ക് അവിടുന്ന് ഇത് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. ആഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും ഇമെയിലും എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ചെക്കൗട്ട് കൊടുക്കുക. നോർമൽ കേസിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ കിട്ടും. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാബ്രൽ ഔട്ട്ഡോർസ് മാത്രമാണ്. അതുകൊണ്ട് ഫിഷിംഗ് അത്രയ്ക്ക് പാഷനായിട്ടുള്ള ആൾക്കാർ, മീൻ പിടിക്കണം മതിയായിട്ടുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. കൊടുക്കുന്ന കാശിനുള്ള മുതലുണ്ട് ഇതെന്താണെങ്കിലും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളി ആക്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ മീനുണ്ട് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മളിവിടുന്ന് മീനെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഈ ഫ്രോഗ് എത്ര ദൂരം കാസ്റ്റിംഗ് കിട്ടുമെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ ഞാനൊന്ന് കാസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് 0.24 mm കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയുള്ള ബ്രൈഡാണ്, സോഫ്റ്റ് ബ്രൈഡാണ്. കറക്റ്റ് എത്ര മീറ്റർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുണ്ടോ, ഇപ്പോൾ നമ്മൾ പർപ്പിൾ ലൈനിലാണ് 10 മീറ്ററാണ് ഒരു ലൈൻ. അപ്പോൾ നമുക്ക് നോക്കാവേ.
പർപ്പിൾ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം പർപ്പിൾ കുറച്ചേ ഉള്ളായിരുന്നു. യെല്ലോ 20, ഒരു 30 മീറ്റർ കാസ്റ്റിങ് ഈ ബ്രൈഡയിൽ. മച്ചാമാരെ കിഡിലൊരു സ്ട്രൈക്ക് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ലിവറിൻ്റെ പുറകിലാണ് സ്ട്രൈക്ക് ചെയ്ത്. നമുക്ക് പറ്റുവാണെങ്കിൽ അവനെ കയറ്റാം. ആ നടാ മോനെ. കണ്ടല്ലോ ഗൈസ്, നമ്മുടെ തവളയിൽ വീണ്ടും അടുത്ത മീൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവൻ വിചാരിച്ചിരിക്കുന്നത് ഒറിജിനൽ തവളയാണ്. കണ്ടു കഴിഞ്ഞാൽ ആരും വിചാരിച്ചു ഒറിജിനലാണ്. ഒന്നും പറയാനില്ല. കണ്ടല്ലോ, അടിപൊളി. 2 ഗൈസ്, ഇവൻ സർവൈവ് ചെയ്യത്തില്ല. അത് നല്ല ഡീപ്പായിട്ടുള്ള ഹുക്കാണ്. അവൻ്റെ ഗിൽസ് ഒത്തിരി ഡാമേജ്ഡ് ആയി. പുള്ളീൻ സർവൈവ് ചെയ്തില്ല. അപ്പോൾ ഇവന് തിരിച്ചു വിടുന്നില്ല കേട്ടോ. ഇവൻ സർവൈവ് ചെയ്തില്ല. 90% സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളതിന് മാത്രം നമ്മൾ തിരിച്ചുവിടാറ്. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഒന്നാ പാവം തിന്നാ തീരുന്ന് പറഞ്ഞാൽ ഇവൻ പോയി ചത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാവം നമുക്ക് കിട്ടണ്ടല്ലോ. ഓ ഗായ്സ്, അടിപൊളി സ്ട്രൈക്ക്. അവൻ കുറച്ച് മുട്ട വേണം, അവനെ നമ്മൾ കയറ്റും. വേടാ. ഓ ഗായ്സ്, പൊളി. ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനം പൊളിച്ച്. വാടാ. എന്നാ സ്ട്രൈക്കായിരുന്നു മാനി. അത് സ്ട്രൈക്ക് ചെയ്തോ, വെള്ളത്തിന് മേളിൽ നിന്നാണ് പുള്ളി സ്ട്രൈക്ക് ചെയ്തത്. ഹെവിയൊന്നും അല്ല, നമ്മൾ പിടിച്ച മീൻ വെച്ച് നോക്കുവാണെങ്കിൽ ഹെവിയൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ ഹെവി നോക്കിയാൽ നിങ്ങൾ ഉണ്ടോ, നല്ല കിടുക്കാച്ചി കുക്കാണ്. ആ മീൻ അടിച്ച് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പുല്ലേൽ ഉടക്കിയപ്പോഴേക്കും പോകണ്ടായിരുന്നു. ചാടരുതേ നിന്നെ. പൊളി. അപ്പോൾ നമുക്കിവൻ്റെ ലെന്തും വിട്ടും എല്ലാവരും എടുക്കാം. ഒരു 15 ഇഞ്ച് കാണുമായിരിക്കും അല്ലേ? 18 കറക്റ്റ് 18 ഇഞ്ച് നീളം കേട്ടോ. അതൊന്ന് മാറ്റി പിടിച്ച് നോക്കാം കേട്ടോ. ചില ആൾക്കാർക്ക് കറുപ്പാണ് ഫേവറേറ്റ് കളർ. അപ്പോൾ ശരിക്കും പറയാം, പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് കളർ കറുപ്പാണ്. നമുക്കിനി കറുപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫിനിഷ് ഒരു രക്ഷയില്ല കേട്ടോ. ഹാൻഡ് മെയ്ഡ് ലിവറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കാണാൻ ഇതുണ്ടോ, കിഡിലും ഫിനിഷ് അല്ലേ. ഇതിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എനിക്കൊന്ന് ഇത് കുറച്ചും കൂടെ സൗണ്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു വെള്ളത്തിൽ. നമ്മളെല്ലാവരും ലിവറുകൾ ഉപയോഗിക്കാറുണ്ട്. ലിവർ നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കുന്നത് ഇതുപോലെ കണ്ടത്തിൻ്റെ സൈഡിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ പൊട്ടിക്കുന്ന ലിവറിൻ്റെ ബോക്സ് ഒരിക്കലും ഇതിട്ട് പോകാതിരിക്കുക. നമ്മൾ ചൂടാകുമ്പോഴേക്ക് ഒത്തിരി സ്ഥലങ്ങൾ അങ്ങനെ കാണാറുണ്ട് ഇതിൻ്റെ ലിവറിൻ്റെ ബോക്സ് ഒക്കെ കിടക്കുന്നത്. അതങ്ങനെ ഇടാതിരിക്കുക. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുക, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. നമ്മൾ എല്ലാവരുടെയും പറമ്പും തോടൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിനി ഇതേലുണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, പൊളി വരാലൊന്നുമല്ല, ചെറിയ വരാല കേട്ടോ. നമ്മൾ നേരത്തെ യൂസ് ചെയ്തതിൻ്റെ സെയിം ബ്രാൻഡ് തന്നെ, അതിൻ്റെ വേറൊരു കളറാണ്. ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. വരാലൊന്ന് അടുത്ത് കാണിച്ച് ഇവിടെ നോക്കി. എടുക്കുമോ? അത് ചെറുമീനല്ല, ചെറുമീന. അടിപൊളി ചെറുമീന. രാത്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ചെറുമീനാണോ വരാലാണത്. ചെറുത് ബ്രാൻഡേൽ ഇപ്പം ഞാൻ ശരിക്കും പിടിക്കുന്ന 5ാമത്തെ മീനാ. നമുക്ക് ഇതുവരെ ഈ സാധനം ഇട്ടിട്ട് മീൻ കിട്ടാതിരുന്നിട്ടില്ല, ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട അവസ്ഥയും വന്നിട്ടില്ല. കാരണം അതുപോലെ റിസൾട്ട് ഉണ്ട് ഈ സാധനത്തിന്. നല്ല ഹുക്ക് ആയതുകൊണ്ടാ നോക്കി, പ്ലെയർ എടുത്തില്ല.
ഇതുണ്ടോ നോക്കിയേ, നല്ല ഷാർപ്പ്. എൻ്റെ കയ്യൊന്ന് കയറിയതുണ്ടോ, എൻ്റെ കയ്യെ കയറിയതാ കുറച്ച് മുമ്പ്. നല്ല ഷാർപ്പാണ്, നല്ല കട്ടിയുള്ള ഹുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. നമ്മളെന്താണെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഫ്രോഗ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. ഇത്തിരി പുല്ലൊക്കെയുള്ള സ്ഥലത്ത് എറിയുവാണെങ്കിൽ ഇത് ഉടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് വീഡ്ലെസ് അല്ല, ഞാൻ യൂസ് ചെയ്ത സെയിം പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മീൻ വെട്ടി വറക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് വലുതിനെ അല്ല ചെറുതിനെ നമ്മളെടുത്തു, ബാക്കി മീനിനെ ജോബിനും എടുത്തു. അപ്പോൾ മമ്മി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ, എന്നാൽ കട്ട് ചെയ്തോ. അപ്പം മമ്മി മീൻ വെട്ടുന്ന കാണിച്ചു തരാം. നമ്മൾ സാധാരണ മീൻ വെട്ടുന്ന വീഡിയോ ഇടുമ്പോഴേക്കും ഒത്തിരി ആൾക്കാർ നമ്മുടെ ചോദിക്കാറുണ്ട് ഈ കത്തി ഏത് ബ്രാൻഡാണ്, ആ ബ്രാൻഡ് ഏതാണെന്ന് മീൻ വെട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് മീൻ ഏറ്റവും വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. കാരണം ഉളുമ്പുള്ള മീൻ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ ആ മീനിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അത് ഇച്ചിരി ഉപ്പിനകത്തോട്ട് നമ്മൾ പിഴിയും. എന്നിട്ട് ഈ ഉപ്പും നാരങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മീനിൻ്റെ ദേഹത്തേക്ക് എടുത്ത് തേച്ചിട്ട് നന്നായിട്ട് തേക്കും. എന്നിട്ട് തേച്ചതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് വെക്കും. എന്നിട്ട് കഴുകി കളയുമ്പോഴേക്കും മീനിൻ്റെ ദേഹത്തുള്ള അത്യാവശ്യത്തെ ഉളുമ്പെല്ലാം പോവും. അങ്ങനെ മീൻ നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം നല്ല അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് വരയാം കേട്ടോ. ഡെയിലി ഷെഫ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. ചൈന കൊറോണയ്ക്ക് മുമ്പൊക്കെ മേടിച്ച് 2-3 വർഷമായി മേടിച്ചിട്ട്. അതാണ് കേട്ടോ ഈ കത്തിയുടെ ബ്രാൻഡ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് അധികം ഒന്നും വേണ്ട. നമ്മുടെ വെറും നോർമൽ സാധാ റെസിപ്പി, നല്ല പിരിയമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് നാരങ്ങ കൂട്ടി മിക്സ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മസാല മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ആ വരഞ്ഞ ഗ്യാപ്പിൽ കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിക്കും. മീനിലൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 മണിക്കൂർ വെക്കുവാണ്. ആ 1/2 മണിക്കൂർ കൊണ്ട് ജോബിനും വരും. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാവർക്കും കൂടെ കഴിക്കാം കേട്ടോ. കത്തിക്കാം. അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും നന്നായിട്ട് ഇടിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില ഒരു 3 തണ്ട് അതിലേക്ക് ഇടുക. അങ്ങനെ ഇട്ട് കറിവേപ്പിലയൊക്കെ നല്ല പൊട്ടിത്തെറിച്ച് നല്ല ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ച് വെച്ച് എടുത്ത് അങ്ങോട്ട് ഇടണം. അത് ഇട്ട് കഴിയുമ്പോഴേക്കും ചെറിയൊരു മണമൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ മണം വരാൻ തുടങ്ങുമ്പം നമ്മൾ നമ്മുടെ മീൻ മുറിച്ച് വെച്ചിരിക്കുന്നതിനെ എടുത്ത് ആ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. അങ്ങനെ ഇടുമ്പോൾ തന്നെ ചെറിയ മണമൊക്കെ വരും, നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷേ നമ്മളതിനെ മൂടി വെക്കുക. അങ്ങനെ മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഓപ്പൺ ചെയ്യുമ്പോഴേക്കും
ആവി പറക്കും. ആ ആവിക്ക് ആ മീനിൻ്റെ നല്ല സ്മെല്ല് കാണും. എന്നിട്ട് നമ്മൾ പയ്യെ മീനിനെ എടുത്ത് തിരിച്ചിടുക. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ മൂടി വെക്കണം. നമുക്കപ്പോൾ അമ്മ നല്ല അടിപൊളി കപ്പ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മീൻ വറുത്തതിൻ്റെ കൂട്ടത്തിൽ കപ്പ പുഴുങ്ങിയതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഒരു കപ്പ താഴെ പോയിരിക്കുകയാണ്. അയ്യോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറായി. നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ജോബ് വരുന്ന അനുസരിച്ച് പയ്യാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ, ചെറിയ ഫ്ലെയിമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനെ വലിയ പീസ് ആയതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആവാനായിട്ട് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ അച്ഛന്മാരെ. നല്ല നാടൻ ചേർമീൻ പിടിച്ച് പൊരിച്ചതും നല്ല കപ്പ പുഴുങ്ങിയതും ഉണ്ട്. എന്നതാ ചെണ്ടക്കപ്പ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമേ വെച്ച ആളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ ടേസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അമ്മ ടേസ്റ്റ് ചെയ്തോ? അങ്ങനെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വെക്കുന്ന നമുക്ക് അത് കണ്ടാൽ തന്നെ അറിയാലോ. ചൂടല്ലേ? വേഗം ചൂടാണോ? കഴിക്കാൻ മാത്രം ചൂട് കാണാം. എങ്ങനെയുണ്ട്? അടിപൊളി. കപ്പ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു കപ്പയും കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ബാക്കി മേളിൽ പോയി കഴിക്കും. രോമം തന്നെ കേട്ടോ. അപ്പൊ കപ്പ മേടിച്ചു നമുക്ക് മേളിൽ പോയി. ഇവർ അക്കരകളൊന്നും കാണിച്ചില്ല. അക്കര കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കഴിക്കാൻ പോകും. ഞാൻ ജോബ്. അപ്പൊ ജോബും ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്യും. കപ്പ ഇതും കൂടെ കൂട്ടി ടേസ്റ്റ് ചെയ്യും. ചെറുമീനും പയ്യെ ഫ്രൈ ചെയ്തെടുത്തടാ. നീ ഇച്ചിരി ലൈറ്റ് ആയിട്ട് ഡ്രൈ ആയിപ്പോയി. കപ്പയും കൂടെ കൂട്ടി പിടിക്കുക. പതിവ് പോലെ അടിപൊളി. ഒരു മിനിറ്റ്, നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോഴേക്കും ആൾക്കാർ ചോദിച്ചായിരുന്നു, ഈ അക്വേറിയത്തിന്റെ വീഡിയോ കണ്ടപ്പോഴേക്കും ആൾക്കാർ ചോദിച്ചായിരുന്നു ഈ ഫിൽറ്റർ ഏതാണ്. വീനസ് അക്വ എന്ന് പറഞ്ഞ 25 വോൾട്ടിന്റെ ടോപ്പ് ഫിൽറ്റർ ആണ്. എനിക്ക് ഏകദേശം 1500 രൂപ കണ്ട് വിലയുണ്ടെന്ന് തോന്നുന്നു. വില കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിനി കഴിച്ച് നോക്കട്ടെ. എനിക്ക് കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. ഇവിടെയും ഇച്ചിരി കപ്പ പുഴുങ്ങിയതും കൂടെ എന്നിട്ട് പതിവ് ആക്ഷനൊക്കെ വരുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ ചാനൽ അടുത്ത വീഡിയോ പുറകെ തന്നെ വരുന്ന ആൾ ഇസ്മി സർവീസ് ജോബ് ദ വീഡിയോഗ്രാഫർ.